الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما واعبد ربك حتى يأتيك اليقين. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, നമ്മുടെ ഇഹപര ജീവിതത്തിൽ ഏറെ പ്രയോജനങ്ങൾ ലഭിക്കുന്ന അള്ളാഹുവിന്റെയും അവന്റെ പ്രവാചകന്റെയും മാർഗനിർദ്ദേശങ്ങളെ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും ചില സന്ദർഭങ്ങളിൽ നമ്മൾ വിചാരിച്ചു പോകാൻ സാധ്യതയുള്ള, ചിലപ്പോൾ പറഞ്ഞു പോകാൻ സാധ്യതയുള്ള ഒരാശയമാണ്. അവർക്കൊക്കെ ഒഴിവാണ്. അതുകൊണ്ട് ദീനിന്റെ കാര്യങ്ങൾക്കും ആരാധനകൾക്കും പ്രവർത്തനങ്ങൾക്കൊക്കെ അവർക്ക് സൗകര്യം ലഭിക്കും. നമ്മളൊക്കെ വളരെ തിരക്കിലാണ്. പലപ്പോഴും പിശാച് നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ഒരു ആശയമാണ്. 5 നേരവും പള്ളിയിലേക്ക് പോവുകയും ദീനിന്റെ പ്രബോധന പ്രവർത്തനങ്ങളിൽ നിരന്തരമായി വ്യാപൃതമാവുകയും ചെയ്യുന്ന ആളുകളെ കാണുമ്പോൾ അവർക്കൊക്കെ അതിന് ഒഴിവുണ്ട്, സൗകര്യമുണ്ട്. നമുക്കതൊന്നും ഇല്ലാത്തതാണ് പ്രശ്നം എന്ന് ചിലപ്പോഴൊക്കെ നമ്മുടെ മനസ്സ് പറയാറുണ്ടായിരിക്കും. എന്നാൽ വളരെ ഗൗരവപരമായ ഒരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടത്, സുഹൃത്തുക്കളെ, നമ്മൾ എന്താണോ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് അതെല്ലാം നേടുവാനുള്ള ഒരു വഴിയാണ് യഥാർത്ഥത്തിൽ ദീന് എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ദീനിന്റെ രംഗത്ത് ആത്മാർത്ഥമായും സത്യസന്ധമായും നിലകൊള്ളുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഒക്കെ നമുക്ക് ലഭിക്കുന്നതാണ്. ഈ ജീവിതത്തിൽ നമ്മൾ എന്തു നിർവഹിക്കണം എന്നതിന് അള്ളാഹു ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞൊരു മറുപടിയാണ് വഅബ്ദുദ് റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. മരണം വരുന്നത് വരെ നീ നിന്റെ റബ്ബിനെ ആരാധന ചെയ്തുകൊണ്ടിരിക്കുക എന്നാണ് ഇബാദത്ത്. അള്ളാഹുവിന്റെ പ്രീതിയും അള്ളാഹുവിന്റെ തൃപ്തിയും പ്രതിഫലവും ലഭിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക. എപ്പോഴാണോ മരണം വന്ന് ശ്വാസം നിലയ്ക്കുന്നത് അതുവരെ നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും നിരന്തരമായി അള്ളാഹുവിന്റെ പ്രതിഫലങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ നിരതമായിരിക്കുക എന്നുള്ളതാണ്. മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം അതല്ലേ, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ളതാണ് മനുഷ്യന്റെയും ജിന്നിന്റെയും സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം. ഒരു ഹദീസ് എത്ര സമ്പൂർണ്ണമാണെന്ന് നോക്ക് നിങ്ങൾ. നമ്മുടെ ജീവിത കാഴ്ചപ്പാടുകൾ തന്നെ മാറ്റുന്നതാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഈ ഹദീസ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മൻ കാനത്തിൽ ആഖിറത്തു ഹമ്മഹു ജഅലല്ലാഹു ഗിനാഹു ഫീ ഖൽബിഹി വജമഅ ലഹു ശംലഹു. സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതത്തിന്റെ കാഴ്ചപ്പാട് മാറ്റുന്ന വാക്കുകളാണ്
നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വാക്കുകൾ, മൻ കാനത്തിൽ ആഖിറത്തു ഹബ്ബഹു, പരലോകം ഒരുത്തന്റെ ലക്ഷ്യമാകുമ്പോൾ, പടച്ചവന്റെ അടുത്ത് എനിക്ക് വിജയിക്കണം, എനിക്ക് സ്വർഗം കിട്ടണം, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്നിങ്ങനെ ചിന്തിച്ച് അതിനു വേണ്ടി പ്രവർത്തിക്കുകയാണെങ്കിൽ എന്താ അറിയോ, ജഅലല്ലാഹു ഗിനാഹു ഫീ ഖൽബിഹി, മനസ്സിന് അള്ളാഹു ഐശ്വര്യം കൊടുക്കും. എനിക്കൊരു പ്രശ്നം, എനിക്കെന്താ പ്രശ്നം, എനിക്കൊരു പ്രശ്നമില്ലല്ലോ എന്നൊരു ഐശ്വര്യബോധം നമ്മുടെ മനസ്സിലുണ്ടാവും. ഞാനൊരു പ്രാരാബ്ധക്കാരല്ല, പ്രശ്നക്കാരനല്ല, ഒരു പ്രതിസന്ധിയിലുള്ള ആളല്ല എന്ന് നമ്മളെ മനസ്സിൽ തന്നെ അള്ളാഹു തോന്നിപ്പിച്ച് നമ്മൾ ദീനിൽ വ്യാപൃതമാകുമ്പോൾ എല്ലാ കാര്യവും അവൻ അനുകൂലമായി വരുന്ന പോലെ അനുഭവപ്പെടുന്നതാണ്. എവിടെപ്പെട്ടാലും എന്ത് കാര്യത്തിൽ, മക്കളെ കാര്യമാണെങ്കിലും ജോലിയുടെ കാര്യം എന്താണെങ്കിലും അതൊക്കെ അള്ളാഹു അതിന്റെ ഷമ്മില് അതൊക്കെ ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ച് അള്ളാഹു തരിക. നേരെ വിരുദ്ധാണെങ്കിലോ എവിടെ ചെന്നാലും ഒക്കെ നമ്മളിന്ന് അങ്ങനെ ഒഴിഞ്ഞു പോകും. നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, പൈസ ഉണ്ടാവും അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ആരോഗ്യമുണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, എല്ലാം അനുകൂലമാക്കി തരാം അള്ളാഹു. കീഴ്പ്പെടുത്താൻ പറ്റാത്ത ദുനിയാവ് അവനിലേക്ക് കീഴ്പ്പെട്ട് വിധേയമായി വിനയാന്വതമായി ഇങ്ങനെ വരും. ദുനിയാവ് അവന്റെ അടുത്തേക്ക് ഇങ്ങനെ വരിക, തേടിപ്പോകാതെ വരുമെന്നാണ്. മനസ്സിൽ ആഖിറത്ത് പരലോകം ജീവിതത്തിൽ ഒരു ആശയമായി ജീവിക്കുന്ന ആളെ നമ്മളെങ്ങനെ ഒരു സൈഡായിട്ട് എപ്പോഴെങ്കിലും ഒഴിവുണ്ടെങ്കിൽ നിസ്കരിക്കുക, നിർബന്ധം അവനോട് ജുമാക്ക് പോവുക, അതിന് മാറ്റി സുഹൃത്തുക്കളെ ഇത് മർമ്മപ്രധാനമാകുമ്പോൾ, ഏത് ദീന് മർമ്മപ്രധാനമാകുമ്പോൾ ദുനിയാവ് വിനയപ്പെട്ട് കീഴ്പ്പെട്ട് അവന്റെ അടുക്കലേക്ക് ഇങ്ങനെ വരും. ഒമൻ കാനത്തി ദുനിയാ ഹമ്മഹു ജഅലല്ലാഹു ഫഖറഹു ബൈന ഐനൈഹി. എന്ന ദുനിയാവിനും വേണ്ടി ഓടുക, ഒന്നിനും നേരില്ല സുഹൃത്തുക്കൾ. രാത്രി 1:30 മണിക്ക് വന്ന് കടന്നുറങ്ങിയിട്ട് രാവിലെ 8 മണിക്ക് നീക്കുക, അല്ലെങ്കിൽ 10 മണിക്ക് നീക്കുക. സുബഹി നല്ലൊരു നിസ്കാരത്തെ പറ്റി എന്നെ ഓർമ്മ അല്ല, അങ്ങനത്തെ ഓട്ടം. എന്താ സംഭവിക്കാൻ പോണത് കാര്യങ്ങള്? വമൻ കാനത്തി ദുനിയാ ഹമ്മഹു ജഅലല്ലാഹു ഫഖറഹു ബൈന ഐനൈഹി. കണ്ണിന്റെ മുന്നിൽ ദാരിദ്ര്യത്തെ അള്ളാഹു കാണിച്ചു കൊടുക്കും. ദുനിയാവിന് വേണ്ടിയല്ലേ ഓടുന്നത് സുഹൃത്തുക്കളെ, ദാരിദ്ര്യം മാറാനല്ലേ ഓടുന്നത്. പക്ഷെ ദാരിദ്ര്യം അവന്റെ കൺമുന്നിൽ വന്നു നിൽക്കും. ദുനിയാവിന്റെ എല്ലാ സാഹചര്യങ്ങളും അവനെ വിട്ടൊഴിഞ്ഞൊഴിഞ്ഞൊഴിഞ്ഞു പോകും. അവൻ പിടിക്കാൻ ചെല്ലുമ്പോൾ, അവന് കച്ചവടത്തിൽ ചെല്ലുമ്പോൾ അത് വിജയിക്കുന്നില്ല, അവനൊരു ജീവിത കാര്യത്തിൽ വിജയിക്കുന്നില്ല, അവനൊരു കുട്ടിയുടെ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ അത് എല്ലാ സാഹചര്യങ്ങളും അവന് അകന്നകന്നു പോകും. വലം യഅ്തിഹി മിനദ് ദുനിയ ഇല്ലാ മാ ഖുദ്ദിറ ലഹു. അവന് കണക്കാക്കപ്പെട്ടതല്ലാതെ ഒന്നും അവന്റെ ദുനിയാവെന്ന് കിട്ടില്ല. അള്ളാഹു കണക്കാക്കിയ എന്തെങ്കിലും ഉണ്ടാവും, അത് മാത്രമേ അവന് കിട്ടുള്ളൂ, മറ്റൊന്നും അവനിലേക്ക് വന്നു ചേരുന്നില്ല എന്നാണ്. എത്ര സമ്പൂർണമാണ് ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്തതും ഇമാം അൽബാനി സ്വഹീഹാക്കിയതുമായ ഈ ഹദീസ് എന്ന് ആലോചിച്ച് നോക്ക് സുഹൃത്തുക്കളെ. അതുകൊണ്ട് എന്താ അറിയാം, അപ്പൊ ചില ആൾക്കാർ പറയും ഞാൻ കുറെയൊക്കെ ശ്രദ്ധിച്ച് തന്നെയല്ലേ ജീവിക്കണത്, ദീനിൽ എന്നെ കൊണ്ട് കഴിയണം പോലെയൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ എന്ന് പറയും. സുഹൃത്തുക്കൾ അത് പോരാ. എന്താ ഇപ്പൊ ഈ 6000 ചില്ലാനം ആയത്തുകൾ എന്തിനാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 23 കൊല്ലത്തെ ജീവിതത്തിൽ സമ്പൂർണമായി എല്ലാറ്റിലും ഒരു പൂർണ്ണ ശരിയുണ്ട്. നമ്മളൊക്കെ നിസ്കരിക്കുന്നുണ്ട്, പക്ഷെ ശരിക്കും നിസ്കരിക്കണ ഒരു നിസ്കാരമുണ്ട്. നിസ്കാരത്തിന്റെ ഒരു പരിപൂർണമായ ഒരു ശരിയുണ്ട്. ആ ശരി അനുസരിച്ച് ചെയ്യുന്ന ദീനിന് മാത്രമേ ഈ ഫലങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. ദീന് കൊണ്ട് നമുക്ക് ഫലങ്ങൾ കിട്ടണമെങ്കിൽ എന്ത് വേണം? അതെങ്ങനെ പറഞ്ഞോ അങ്ങനെ തന്നെ നമ്മൾ പ്രവർത്തിച്ചിരിക്കണമെന്നാണ്. വലൗ അന്നഹും അഖാമുത് തൗറാത വൽ ഇൻജീല വമാ ഉൻസില ഇലൈഹിം മിർ റബ്ബിഹിം ലഅകലൂ മിൻ ഫൗഖിഹിം വമിൻ തഹ്തി അർജുലിഹിം മിൻഹും ഉമ്മത്തും മുഖ്തസിദ വകതീറും മിൻഹും സാഅ മാ യഅമലൂൻ. വലൗ അന്നഹും അഖാമുത് തൗറാത വൽ ഇൻജീൽ, തൗറാത്തും ഇൻജീലുമാണ് അവർക്ക് കൊടുത്ത വേദഗ്രന്ഥം, അതവർ ശരിക്കും നിറവേറ്റുകയാണെങ്കിൽ, നമ്മളാണെങ്കിൽ വിശുദ്ധ ഖുർആൻ ശരിക്കും നിറവേറ്റുക, അത് അതിന്റെ ഒരു ഗൗരവബോധത്തോടെ പഠിക്കുക, അതിനനുസരിച്ച് പൂർണ്ണമായി നമ്മുടെ ജീവിതം പ്രമാണബദ്ധമാക്കിയാൽ എന്താ പറഞ്ഞ നിങ്ങൾ വമാ ഉൻസില ഇലൈഹിം, റബ്ബ് ഇറക്കി കൊടുത്തത് അതേപോലെ ജീവിതത്തിൽ പകർത്തി ജീവിക്കുകയാണെങ്കിൽ ലഅകലൂ മിൻ ഫൗഖിഹിം വമിൻ തഹ്തി അർജുലിഹിം, മേലെന്നും വരും കാലിന്റെ അടിയിൽ നിന്നും വരും അവർക്ക് ഭക്ഷണം എന്നാണ്. ലഅകലൂ അവർ ഭക്ഷിക്കുന്ന. അപ്പൊ സുഹൃത്തുക്കളെ, ഖുർആനും ഹദീസും അനുസരിച്ച് ജീവിച്ചാൽ അടിയിന്നും മേലെന്നും തിന്നാനുള്ളത് വരും എന്ന് പറയുമ്പോൾ എന്താണ് ഖുർആനല്ലേ ഈ പറയണത്? എത്ര വ്യക്തമായിട്ടാണ് അള്ളാഹു സൂറത്തുൽ മാഇദ 66-ാമത്തെ ആയത്തിൽ പറയുന്നത്. ഇത് ശരിക്ക് പാലിച്ചു ജീവിച്ചാൽ വരും. അതിന്റെ അർത്ഥം ജോലിക്ക് വേണ്ട, തൊഴിൽ ചെയ്യേണ്ട, കച്ചവടം ചെയ്യേണ്ട എന്നല്ല സുഹൃത്തുക്കൾ. അതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ പാലിക്കേണ്ട വിധം ഈ ശരീഅത്തിനെ ഗൗരവത്തോടുകൂടി ദീൻ എനിക്ക് പഠിക്കണം, അറിയണം, അതെങ്ങനെയാണോ നിർവഹിക്കുന്നത് അങ്ങനെ നിർവഹിക്കണം എന്നുള്ള ബോധം ഉണ്ടെങ്കിൽ അള്ളാഹു കാലിനടിയിൽ നിന്നും മുകളിൽ നിന്നും അവനെ ഭക്ഷിപ്പിക്കും. അവരിൽ മധ്യമമായി ദീനിന്റെ കാര്യങ്ങളിൽ ഒരു മധ്യമ അവസ്ഥ പാലിച്ച് ജീവിക്കുന്ന ആളുകൾ അവരുടെ കൂട്ടത്തിലുണ്ട്.
എന്നാൽ അവരിൽ അധികം ആളുകളും പ്രവർത്തിക്കുന്ന എത്ര ചീത്ത. അധികം ആളുകളും ഈ പ്രമാണങ്ങളെ പാലിച്ച് ജീവിക്കാത്തവരാണ്. അള്ളാഹു ശരിയായ രൂപത്തിൽ നിർവഹിക്കണം തന്നെയാണ്. മറ്റൊരായത്ത് നോക്കൂ നിങ്ങൾ, ഇസ്തിഖാമത്തോടുകൂടെ എങ്ങനെയാണോ ദീൻ അനുഷ്ഠിക്കാൻ പറഞ്ഞത് അതുപോലെ ആ വഴിയിൽ അവർ നിലകൊണ്ടിരുന്നുവെങ്കിൽ അവർക്ക് നാം സമൃദ്ധമായ സുഭിക്ഷമായ വെള്ളത്തെ കുടിക്കാൻ കൊടുക്കുന്നതാണ്. ദീന് പാലിക്കേണ്ട വിധം പാലിക്കുമ്പോഴേ അതിന് ഫലമുണ്ടാവുകയുള്ളൂ എന്നാണ്. മറ്റൊരായത്ത് നോക്കൂ സഹോദരങ്ങളെ, മൻ അമില സാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻതാ വഹുവ മുഅ്മിൻ. ആണാകട്ടെ പെണ്ണാകട്ടെ അവർ നല്ലത് ചെയ്യുന്നുണ്ട്, പക്ഷെ മുഅ്മിനായി കൊണ്ടായിരിക്കും. ഈമാൻ വളരെ കൃത്യവും സംശുദ്ധവുമായി ശിർക്കില്ലാത്ത തൗഹീദോടുകൂടെ ചെയ്യുമ്പോഴേ ഈ ഫലങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഞാനും കുറെ കാര്യങ്ങളൊക്കെ ചെയ്യണ്ടല്ലോ, കുറെ സദക്ക കൊടുക്കണ്ടല്ലോ, കുറെ ആരാധന ചെയ്യുന്നുണ്ടല്ലോ, ഫലം കാണുന്നില്ല എന്ന് പറഞ്ഞാൽ അത് പ്രമാണബന്ധമായി നിർവഹിക്കണം. ഖുർആനിൽ നിന്ന് ദീനൊക്കെ ആശയം മനസ്സിലാക്കിയതിനു ശേഷമല്ല നമ്മുടെ ജീവിത മാറ്റവും. അതിനു മുമ്പ് നമ്മൾ ചെയ്ത ദീനിനെ കുറിച്ച് ചിന്തിച്ചാൽ ഈ മാറ്റം ശരിക്കും നമുക്ക് മനസ്സിലാവും. ശരിക്കും അനുഷ്ഠിക്കാൻ തുടങ്ങിയപ്പോൾ അതിന്റെ ഫലം ഭൗതിക ജീവിതത്തിലും കൂടെ നമുക്ക് അനുഭവപ്പെടുന്നത് കാണാൻ പറ്റും. സുഹൃത്തുക്കളെ, എല്ലാറ്റിനും ഇതുണ്ട്. ഇപ്പൊ നമ്മൾക്ക് എന്തായാലും നിർബന്ധം നിർവഹിക്കേണ്ടല്ലേ നിസ്കാരം നോമ്പൊക്കെ, അതൊക്കെ തന്നെ നമ്മൾ അതിന്റെ രൂപത്തിൽ നിർവഹിച്ചാൽ അള്ളാഹു അതിന് വലിയ വാഗ്ദത്തമാണ് നൽകുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാൻ പറ്റും, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല അല്ലാഹു അസ്സ വജൽ, അല്ലാഹ് പറയുന്നുണ്ട്, ഇബ്ന ആദം തഫറഗ ലി ഇബാദത്തി, മനുഷ്യ നീ എന്നെ ആരാധന ചെയ്യാൻ വേണ്ടി നീ ഒന്ന് മെനക്കെട്ടിരിക്കും. തഫറഗ, ഒന്നൊരു ഫറാഗ്, ഒരു ഒഴിവുണ്ടാക്കിയിട്ട് ഒരു ആത്മാർത്ഥമായി ഒരു സന്നദ്ധതയോടുകൂടെ നീ എന്ത് എനിക്ക് വേണ്ടി ആരാധന ചെയ്യും. അംല ഉസ്വദ്റക ഗിനൻ, നിന്റെ മനസ്സിൽ നാം ഐശ്വര്യത്തെ നിറച്ചു തരും. ശരിക്ക് ഇബാദത്ത് ചെയ്യുന്നവന്റെ മനസ്സ് ധന്യമായിരിക്കും. ഒരാശങ്ക ഉണ്ടാവില്ല, ഒരു ബേജാറുണ്ടാവില്ല, നല്ല മാനസിക ഐശ്വര്യത്തിൽ ജീവിക്കാൻ പറ്റും. അശുദ്ധ ഫഖ്റ, നിന്റെ ദാരിദ്ര്യങ്ങളെ ഞാൻ നീക്കിത്തരാമെന്നാണ്. ഈ ഹദീസ് വായിക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് നമ്മളൊക്കെ അയൽപക്കത്തും ചുറ്റുപാടിലും നമുക്കൊക്കെ പരിചയമുള്ള എത്ര ആളുകൾക്ക് സുഹൃത്തുക്കളെ എന്തൊക്കെ സഹായം നമ്മൾ ചെയ്തു കൊടുക്കണം. ഒരു കുഴി തൂർത്തു കൊടുക്കുമ്പോൾ വേറൊരു കുഴി പ്രത്യക്ഷപ്പെടും. ഒരിക്കൽ വന്ന ആൾ മറ്റൊരു വിഷയമായിട്ട് അടുത്ത മാസം വരും, അടുത്ത ആഴ്ച വരും. എന്നിട്ട് നമ്മൾ അവരോട് വേണ്ട കാര്യം അവർക്ക് കൊടുക്കുക, മാന്യമായി കൊടുക്കുക, വിഷമിപ്പിക്കരുത്, ചോദിച്ചു വരും. പക്ഷെ അവന് ദീൻ നമ്മൾ പറഞ്ഞു കൊടുക്കണം. സുഹൃത്ത്, ഞാനൊന്നും തീർത്താൽ തീരുന്നതല്ല നിന്റെ പ്രയാസം. നീ അള്ളാഹുലേക്ക് മടങ്ങണം, പടച്ചവന് കീഴ്പ്പെടണം, ദീന് പഠിക്കണം. എങ്കിൽ നിനക്ക് ജീവിതത്തിൽ കിട്ടുന്നതിനൊരു ബർക്കത്ത് പടച്ചോൻ തന്നെ തരും, എവിടെയും പോണ്ടി വരൂല. അശുദ്ധ ഫഖ്റ, നിന്റെ ദാരിദ്ര്യത്തെ ഞാൻ പരിഹരിച്ചു തരാം. നീ അങ്ങനെ എനിക്ക് വേണ്ടി ആരാധനയ്ക്ക് വേണ്ടി മെനക്കെട്ടിരിക്കുന്നില്ലെങ്കിലോ മലഅ്തു സദ്റക ശുഗ്ലൻ, നിന്റെ മനസ്സിൽ എപ്പോഴും ഓരോ തിരക്കായിരിക്കും, ഓരോ പണിയൊക്കെ. വെറും ദുനിയാവിനെ കുറിച്ച് ചിന്തിക്കാൻ മാത്രമേ നിനക്ക് സമയം ഉണ്ടാവുള്ളൂ. ഒലമസുദ്ധ ഫഖറക്ക, നിന്റെ ഫഖർ ഞാൻ പരിഹരിക്കുകയുമില്ല എന്നാണ് ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. മറ്റൊരു ഹദീസ് നോക്കൂ സുഹൃത്തുക്കളെ, ഹജ്ജിനെയും ഉംറനെയും കുറിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, താബിഉ ബൈനൽ ഹജ്ജി വൽ ഉംറ, ഹജ്ജും ഉംറയും നിങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് ചെയ്തോളി, സൗകര്യമുള്ള ആൾക്കാർക്കൊക്കെ പോകാം. ഫഇന്നൽ മുതാബഅത ബൈനഹുമാ, അതിങ്ങനെ തുടർച്ച ചെയ്യുമ്പോൾ തൻഫിൽ ഫഖ്റ വദ്ദുനൂബ്, പാപങ്ങളെയും ദാരിദ്ര്യത്തെയും ഇല്ലാതാക്കും. ഈ ഹജ്ജും ഉംറയും ചെയ്താൽ പാപങ്ങളും ദാരിദ്ര്യവും ഇല്ലാതാവും. പാപങ്ങളില്ലാതാവും നമ്മൾ മനസ്സിൽ എപ്പോഴും ഉണ്ട്. ഒരു ജനിച്ചു വരുന്ന ഒരു കുഞ്ഞിനെ പോലെ ആവുന്നു, ദാരിദ്ര്യം ഇല്ലാതാവും. കമാ യംഫിൽ ഖീർ ഖബസൽ ഹദീദ്, തുരുമ്പ് പിടിച്ച ഇരുമ്പ് നല്ലോ കത്തിച്ച് കളയുമ്പോൾ അതിന്റെ തുരുമ്പുകളൊക്കെ ഏതുപോലെ പോകണോ അതേപോലെ എന്ത് ചെയ്യുന്നറിയോ, മനസ്സ് പരിശുദ്ധമായി വരും എന്നാണ് ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്ത ഇമാം അൽബാനി സ്വഹീഹായ ഹദീസിലുള്ളത്. സുഹൃത്തുക്കൾ, ഇതൊക്കെ പോകട്ടെ, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു വലിയൊരു ആശയമാണ് എന്ത്, അള്ളാഹുവിനെ തഖ്വയോടെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹ് എന്തെങ്കിലും പറഞ്ഞതായിട്ട് നമുക്ക് അറിവുണ്ടോ അത് നമ്മൾ പ്രയോഗവൽക്കരിക്കുക ജീവിതത്തിൽ. മനസ്സിലായി? അള്ളാഹു വിരോധിച്ചൊരു കാര്യം എന്ന് അറിഞ്ഞാൽ ഭക്തിപൂർവ്വം, ആരും പേടിച്ചിട്ടല്ല, അള്ളാഹിനെ പേടിച്ച് തൽക്കാലം കണ്ണിമ്പി നടന്നു പോകാൻ നമുക്ക് സാധിച്ചാൽ വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ, അള്ളാഹ് അവന് മഖ്റജ് ഉണ്ടാക്കി കൊടുക്കുന്ന, അവന്റെ ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധിക്കും അള്ളാഹ് പരിഹാരം ഉണ്ടാക്കി കൊടുക്കും. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ കണക്ക് കൂട്ടാത്ത വഴിയിലൂടെ അള്ളാഹു അവൻ എന്ത് ചെയ്യും, റിസ്ക് നൽകിക്കൊണ്ടിരിക്കും എന്നാ പറയുന്നത്. അപ്പൊ തഖ്വ എന്ന് പറയുമ്പോ എല്ലാം അതിൽ പെട്ടു. എല്ലാ ഹറാമുകളിൽ നിന്ന് വിട്ടു നിൽക്കലും എല്ലാ നിർദ്ദേശങ്ങളെ പാലിക്കലും അതിൽ വന്നു. വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർള് വലാകിൻ കദ്ദബൂ ഫഅഖദ്നാഹും ബിമാ കാനൂ യക്സിബൂൻ.
ഒരു ഗ്രാമക്കാര് സൂക്ഷ്മതയോടെ ജീവിക്കുകയാണെങ്കിൽ അവർക്ക് ആകാശത്ത് നിന്ന് ബർക്കത്തുകൾ ഇറക്കി കൊടുക്കുമെന്നാണ്. ഇനി നമ്മളിങ്ങനെ ഈ ദീനിലേക്ക് ഇപ്പൊ ഈ ഒരു ആശയം ഉൾക്കൊണ്ട് പഠിച്ചോ, ഇന്ന് ഞാൻ എന്റെ ജീവിതത്തെ ഞാൻ അള്ളാഹുവിന്റെ തൃപ്തിക്കനുസരിച്ച് അതിന് പ്രാധാന്യം കൊടുത്ത് ജീവിക്കാം, കുറച്ചൊക്കെ എനിക്ക് ദീനിയായ കാര്യങ്ങളിലും പ്രബോധനത്തിലും അതായത് പള്ളിയുടെ കാര്യങ്ങളൊക്കെ ഇടപെട്ട് ഒരു നല്ല ദീനിന്റെ രംഗത്ത് ശ്രദ്ധിച്ച് ജീവിക്കാന്ന് തീരുമാനിക്കുമ്പോഴേക്കും അള്ളാഹു എന്ത് ചെയ്യുന്ന അത് നമുക്ക് വർധനവ് തരും. ഇൻ ശകർത്തും ലഅസീദന്ന, എത്ര നന്ദി കാണിക്കുന്നു അതിനനുസരിച്ച് അള്ളാഹു വർദ്ധിപ്പിച്ചു തരും. ലഇൻ ശകർതും വഇദ് തഅദ്ദന റബ്ബുക്കും ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. നോക്ക്, നിങ്ങൾ ഏത് കാര്യത്തെക്കുറിച്ച് പഠിക്കുമ്പോഴും ഇങ്ങനെ ഒരു ഭൗതിക ഫലം അതിനു വേണ്ടി എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ നമ്മളൊക്കെ ഇങ്ങനെ തിരക്കാണ്, എനിക്ക് ഒഴിവില്ല, എനിക്ക് പള്ളിയിൽ പോകാൻ നേരമല്ല. സുഹൃത്തുക്കൾ, അതൊക്കെ പോയാൽ ബാക്കിയുള്ള സമയമൊക്കെ നമുക്ക് ബർക്കത്തായി കിട്ടുന്നതാണ് ഈ പറഞ്ഞു വരുന്നത്. ഹിജ്റ പോകാറുണ്ട് എന്താ സുഹൃത്തുക്കളെ, ഈ നാട്ടിലത്തെ എല്ലാ വീടും സ്വത്തും ഒക്കെ ഇട്ട് ഇപ്പൊ എന്ത് പണിയാണ്, ആ പണി നമുക്കില്ല, ആ വീട് നമുക്കില്ല, നാട് നമുക്കില്ല. എന്നാ ഹിജ്റിനെ കുറിച്ച് പറഞ്ഞ ആയത്തും നോക്ക് നിങ്ങൾ, ഖുർആനിൽ സൂക്ഷ്മതയോടെ സൂറത്തു നിസാ 100 വമൻ യുഹാജിർ ഫീ സബീലില്ലാഹി യജിദ് ഫിൽ അർളി മുറാഗമൻ കതീറ. അല്ലാഹുവിന്റെ മാർഗത്തിൽ അള്ളാന്റെ ദീനിന്റെ കാര്യത്തിൽ മാത്രം പുറത്താക്കപ്പെട്ട് നാട് വിട്ട് ഒരാൾ പോവുകയാണെങ്കിൽ അവൻ മുറാഗമൻ കതീറ, ധാരാളം അഭയസ്ഥാനങ്ങൾ കാണുന്ന, ധാരാളം അഭയസ്ഥാനങ്ങൾ, അവന് നിർഭയത്വത്തിന്റെയും രക്ഷയുടെയും ധാരാളം സ്ഥാനങ്ങൾ കാണുന്ന. ഇമാം നാസിറു സഅദി റഹ്മത്തുള്ളാഹി തഫ്സീർ പറഞ്ഞ മസാലിഹുദ്ദീൻ എന്നാണ്. അവന്റെ ദീൻ നന്നാകുക ചെയ്യാനാണ്. ദീന് പരമാവധി നന്നാവാനുള്ള എല്ലാ അവസ്ഥകളും അള്ളാഹു കൊടുക്കും. വസആനാണ്, ജീവിത വിശാലത കൊടുക്കുന്നു. അവൻ ഇട്ടെറിഞ്ഞു പോയ കോടിക്കണക്കിന് സ്വത്തുക്കൾ അള്ളാഹു അവന് തിരിച്ചു കൊടുക്കുക ചെയ്യണം. അവനുള്ളതിനേക്കാൾ ഒരിക്കലും മോശം അവസ്ഥയ്ക്ക് പോകില്ല. പക്ഷെ എന്താണെന്ന് അറിയങ്ങള്, നമ്മുടെ ദീനിന്റെ മാർഗത്തിൽ ആത്മാർത്ഥമായ ഒരു യാത്രയായിരിക്കണം. വമൻ യഖ്റുജു മിൻ ബൈതിഹി മുഹാജിറൻ ഇലല്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ആരെങ്കിലും വീട്ടിൽ നിന്ന് ഹിജ്റക്ക് വേണ്ടി പുറപ്പെട്ട് സുമ്മ യുദ്രിക്കുൽ മൗത്ത്, പിന്നെ മരിക്കുകയാണെങ്കിൽ ഫഖദ് വഖഅ അജ്റുഹു അലല്ലാഹ് വകാനല്ലാഹു ഗഫൂറർ റഹീമ, അവന്റെ പ്രതിഫലം ഉറച്ചു, അവന് സ്വർഗ്ഗം ഉറപ്പായി. അപ്പൊ നോക്കൂ, നിങ്ങളൊരു ഹിജ്റയുടെ കാര്യം പറയുമ്പോൾ പോലും അള്ളാഹു എന്തറിയും, നാട് വിട്ടൊക്കെ നഷ്ടപ്പെട്ടവനാകുന്നല്ല പറയണത്, അവന്റെ ജീവിത വിശാലതയെ ഞാൻ നൽകുമെന്നാണ് പറയണത്. സുഹൃത്തുക്കളെ, എവിടെയെങ്കിലുമൊക്കെ ഒരു ആത്മാർത്ഥത കുറവും അതേപോലെ ഇഖ്ലാസിന്റെ കുറവൊക്കെ വരുന്നുണ്ടോ? നമ്മൾ ചെയ്യണ കുറെ കാര്യം ഉണ്ടല്ലോ, അതിന് വരുന്നുണ്ടോ നമ്മൾ ആത്മാർത്ഥമായി? ഒന്നുമില്ല, ഇസ്തിഗ്ഫാർ എപ്പോഴും ഒരു സദസ്സിൽ എഴുന്നേൽക്കുമ്പോൾ ഒരു 100 വട്ടമൊക്കെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തിഗ്ഫാർ നടത്തും. എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ അസ്തഗ്ഫിറുല്ലാഹ് വഅതൂബു ഇലൈഹി എന്ന് പറഞ്ഞാൽ അതിന്റെ കുപ്പിലെത്ര ഇറങ്ങൾ. 2 അമാനത്ത് ഉണ്ട്, നമുക്ക് ശിക്ഷ സംഭവിക്കാതിരിക്കാതെ 2 തടസ്സമുണ്ട്. 2 തടസ്സമേ ഉള്ളൂ. ഒന്ന് റസൂലാണ്, നബി ജീവിച്ചിരിക്കുമ്പോൾ ഒരു ശിക്ഷയാണ്. 2ാമത്തെ തടസ്സം ഇസ്തിഗ്ഫാറാണ്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി, ഇപ്പോഴും ഒരു തടസ്സം ഇവിടെ നിലനിൽക്കുന്നുണ്ട്, അത് ഇസ്തിഗ്ഫാർ. ഇസ്തിഗ്ഫാർ ചെയ്യുന്നവർക്ക് എന്ത് ചെയ്യും? അള്ളാഹു ശിക്ഷകളിൽ നിന്ന് ഒഴിവ് കൊടുക്കുന്നു. നമുക്ക് ഇസ്തിഗ്ഫാർ എന്തിനാ? നമ്മളെ തെറ്റ് പുറത്തേരാൻ വേണ്ടി പറയണം അള്ളാഹു കൂടെ. അതിനുള്ള പ്രതിഫലമാണ് എന്ത്? ഇവിടെയുള്ള ഭൗതിക ശിക്ഷകളെ അള്ളാഹു നീക്കിത്തരുമെന്നുള്ള. കാനഫീഹിം അമാനാനി, ഒന്ന് നബിയല്ലാഹ് വൽ ഇസ്തിഗ്ഫാർ, ഒന്ന് ഇസ്തിഗ്ഫാറാണ്, ഒന്ന് അള്ളാഹുവിന്റെ ദൂതനാണ്. എന്നാൽ അള്ളാഹുവിന്റെ ദൂതൻ പോയി കഴിഞ്ഞു, എന്നാൽ ഇസ്തിഗ്ഫാർ എപ്പോഴും ബാക്കി നിൽക്കുന്നു എന്നാ പറയണത്. അവിടെ അള്ളാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ നടത്തിയുള്ള പ്രതിഫലങ്ങളെ കുറിച്ച് ധാരാളം പറയുന്നുണ്ട്. ഒരു സംഭവം ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ വലിയ വെളിച്ചം നൽകും. ഈ അൽ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഭയങ്കര വരൾച്ചയാണ്, എല്ലാം നശിച്ചു പോവാണ്, മഴയില്ലാഞ്ഞിട്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇസ്തഗ്ഫിരില്ല, എന്നാ ഇസ്തിഗ്ഫാർ തേടിക്കോ. വശക ആഖർ ഇലൈഹി അൽ ഫഖർ, വേറൊരാൾ വന്നിട്ട് പറഞ്ഞു, ഷേഖെ ഞങ്ങൾക്ക് എന്താണ് വെച്ചാൽ ഫഖറാണ്, ദാരിദ്ര്യമാണ്, ഞങ്ങളുടെ നാടൊക്കെ പട്ടിണിയിലാണ്. അപ്പൊ ഖാല ലഹു ഇസ്തഗ്ഫിരില്ല, നീ അള്ളാഹുലേക്ക് ഇസ്തിഗ്ഫാർ ചെയ്യ്. വേറൊരാൾ വന്ന് പറഞ്ഞു, ഉദ്ഉല്ലാഹ അൻ യർസുഖനി വലദൻ, എനിക്കൊരു കുട്ടി ഉണ്ടാകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. കുട്ടികളില്ല, വിവാഹം കഴിഞ്ഞ് കുറെ കാലമായി, ഒരു കുട്ടി ഉണ്ടാകാൻ പ്രാർത്ഥിക്കണം. ഷേഖിന്റെ മറുപടി അതന്നെ ആയിരുന്നു, ഇസ്തഗ്ഫിരില്ല, അള്ളാഹിനോട് ഇസ്തിഗ്ഫാർ തേടിക്കോ. വശക ഇലൈഹി ആഖർ ജഫാ ഫബുസ്താനി, തന്റെ തോട്ടം ഉണങ്ങിപ്പോണതിനെ പറ്റി ഒരാൾ പറഞ്ഞു. ഖാല ലഹു ഇസ്തഗ്ഫിരില്ല ഫഖുൽനാ ലഹു ഫിദാലിക്, എല്ലാവരോടും എന്ത് പ്രശ്നം പറഞ്ഞവരോടും ഇസ്തിഗ്ഫാർ നടത്തിക്കോന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് താങ്കൾ ഇങ്ങനെ പറയുന്നത്? എല്ലാറ്റിനും പരിഹാരം ഇസ്തിഗ്ഫാറാണ്. എനിക്കിത് പറയാൻ എന്റെ അടുക്കുള്ള തെളിവ് എന്താ വെച്ചാൽ അല്ലാഹു സൂറത്തു നൂഹിൽ പറഞ്ഞിട്ടുണ്ട്, ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ വയുംദിദുക്കും ബിഅംവാലിൻ വബനീൻ വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറാ.
അള്ളാഹുലേക്ക് നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തുക. അള്ളാഹു ഒക്കെ പുറത്തു തരുന്ന ആളാണ്. അള്ളാഹു എന്താണ് നിങ്ങളുടെ മേലെന്ത് ചെയ്യും? തുടർച്ചയായ മഴ അയക്കും. എന്നിട്ട് നിങ്ങളെ അള്ളാഹു സ്വത്ത് കൊണ്ട്, മക്കളെ കൊണ്ട്, തോട്ടങ്ങളെ കൊണ്ടൊക്കെ സഹായിക്കും. നോക്കി, ചോദിച്ച 3 കാര്യം അതിലുണ്ട്. കുട്ടിനെ ചോദിച്ച ഇതിൽ പറയുന്നുണ്ട് ഈ ആയത്തിൽ. കുട്ടി വേണമെന്ന് ചോദിച്ചു. ദാരിദ്ര്യത്തിന് എന്താണ്? മഴ പെയ്താൽ പോയില്ലേ, വരൾച്ച പോയില്ലേ. അപ്പൊ അതിന് ഇസ്തിഗ്ഫാറ പരിഹാരം. സുഹൃത്തുക്കളെ, ഒന്ന് ആത്മാർത്ഥമായിട്ട് അള്ളാഹുവോട് ഇസ്തിഗ്ഫാർ ചെയ്യാൻ എല്ലാറ്റിനും. ഈ തവക്കുലിനെ കുറിച്ച് പറഞ്ഞു കേട്ടാൽ നമുക്കറിയാം ഇതിങ്ങനെ തന്നെ പറഞ്ഞു. പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, റസൂലുള്ള പറയുന്നത് ഞാൻ കേട്ടു, ലൗ അന്നക്കും തവക്കൽതും അലല്ലാഹി ഹഖ തവക്കുലി, നിങ്ങൾ ശരിക്കും അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുകയാണെങ്കിൽ ലറസഖകും കമാ യുർസഖു ത്വയ്ർ, പക്ഷിക്ക് ഭക്ഷണം കൊടുക്കപ്പെടുന്ന പോലെ കിട്ടും. ഈ പ്രകൃതിയിൽ ജീവജാലങ്ങൾക്കൊക്കെ ഭക്ഷണം കിട്ടുന്നത് എങ്ങനെയാണോ അതുപോലെ നിങ്ങൾക്കും കിട്ടിക്കൊണ്ടിരിക്കും എന്നാണ് പറയുന്നത്. ഇനി കുടുംബബന്ധം ചേർത്താൽ അള്ളാഹു ഏറ്റവും നമുക്ക് നിർബന്ധമാക്കിയാൽ സ്വർഗത്തിൽ പ്രവേശിക്കാൻ ആവശ്യമായതാണ്. ഒരുപക്ഷെ നരകപ്രവേശനത്തിന് കാരണമാകുന്നതാണ് കുടുംബബന്ധം വിച്ഛേദിക്കൽ. തഅല്ലമു മിൻ അൻസാബിക്കും മാ തസ്ലു ബിഹി അർഹാമക്കും, നിങ്ങൾ കുറച്ച് കഴിയണത്ര പഠിക്കുന്നത്. നമ്മുടെ വാപ്പാന്റെ വാപ്പ ആരാണ്, നമ്മുടെ ബന്ധുക്കൾ ആരാണെന്നൊക്കെ ഒരു വിവരം നമ്മൾ ഉണ്ടാക്കുക. നമ്മുടെ കുട്ടികൾക്കൊന്നും ഇപ്പം അത് അറിയുന്നില്ല, അറിയില്ല. വല്യമ്മാനെ പോലും അറിയില്ല കുട്ടികൾക്ക്. അതാണ് എല്ലാവരും ഒന്ന് പഠിപ്പിക്കുക, കുടുംബ ബന്ധങ്ങളിൽപ്പെട്ടവർക്ക് പഠിപ്പിക്കുക. എന്നാലോ ഫഇന്ന സിലത്ത റഹിം, തീർച്ചയായും കുടുംബബന്ധം ചേർക്കൽ മഹബ്ബത്തും ഫില്ലാഹി, അത് കുടുംബത്തിലൊരു സ്നേഹം ഉണ്ടാക്കുന്ന. നമ്മളെല്ലാവരും ബന്ധുക്കളെയും അറിയുമ്പോഴാണ് പരസ്പര സ്നേഹം ഉണ്ടാകുക. മസ്റാത്തും ഫിൽ മാൽ, സമ്പത്തിനെ അധികരിപ്പിക്കുന്നു. പിന്നെ മൻസഅത്തും ഫിൽ അസർ, ആയുസ്സിനെ ദീർഘിപ്പിക്കുമെന്നാണ്. അപ്പോ ആരാധനയാണെങ്കിൽ, കുടുംബബന്ധം ചേർക്കലാണെങ്കിൽ, ഇസ്തിഗ്ഫാർ ആണെങ്കിൽ, ഹിജ്റയാണെങ്കിൽ, ഉംറയാണെങ്കിൽ, ഹജ്ജാണെങ്കിലും ഒക്കെ. പക്ഷെ സുഹൃത്തുക്കളെ, വീണ്ടും വീണ്ടും ചോദിക്കേണ്ട കാര്യം, ഇത് അങ്ങനെ തന്നെയാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ തന്നെയാണോ എന്റെ നിസ്കാരം? അങ്ങനെ തന്നെയാണോ ഞാനിത് ചെയ്യേണ്ടത്? അതാണ് നമ്മൾ എപ്പോഴും ആത്മാർത്ഥമായി പരിശോധിക്കേണ്ട ഒരു കാര്യം എന്നാണ്. ഒരു പക്ഷേ ഈ പറഞ്ഞ മുഴുവൻ ആശയങ്ങളെയും സമന്വയിപ്പിക്കുവാനും ഉൾക്കൊള്ളാനും ഒറ്റ ആയത്ത് മതി. സൂറത്ത് അങ്കബൂത്തിന്റെ 69, വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബ്ലന വഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ. എന്റെ മാർഗത്തിൽ പരിശ്രമിക്കും, എന്റെ മാർഗത്തിൽ അള്ളാന്റെ പ്രീതിക്ക് വേണ്ടി എന്ത് പണിയെടുത്താലും ലനഹ്ദിയന്നഹും സുബ്ലന, വ്യത്യസ്തമായ വഴികളിലേക്ക് അവരെ നാം നയിക്കുമെന്ന്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ദുനിയാവ് ആഗ്രഹിക്കണമെന്നല്ല, പരലോകം ആഗ്രഹിച്ച് തന്നെ ആത്മാർത്ഥമായി നമ്മൾ പ്രവർത്തിച്ചാൽ നമ്മുടെ ഭൗതിക ജീവിതത്തിൽ വലിയ ഫലങ്ങളുണ്ട്. അപ്പോ ഭൗതിക ജീവിതത്തിൽ ഒരു ബർക്കത്തും അനുഗ്രഹമൊന്നും കിട്ടണില്ലെങ്കിൽ നാം നമ്മുടെ ദീനിനെ കുറിച്ച് വീണ്ടും വീണ്ടും പുനർവിചിന്തനം നടത്തേണ്ടതുണ്ട് എന്നൊരാശയം കൂടെ നമുക്ക് നൽകുന്നുണ്ട്. ദീനിലേക്ക് ശരിയായി മടങ്ങാനും, ദീന് പഠിക്കാനും, ദീനിന്റെ പ്രബോധന പ്രവർത്തനങ്ങളിൽ ഒരു ഭാഗവാക്കാകാനും, ആർക്കെങ്കിലും ഈ ദീൻ എത്തിച്ചു കൊടുക്കുന്നതിൽ എന്തെങ്കിലും ഒരു പങ്ക്, സുഹൃത്തുക്കളെ, എന്തെങ്കിലും ഒരു പങ്ക് നമ്മളാൽ നിർവഹിക്കുവാൻ നമ്മൾ പരിശ്രമിക്കണം. നമ്മുടെ ആരാധനകളെയും പ്രവർത്തനങ്ങളെയും ദീനിനെയും ശരിയായി കൊണ്ടുനടക്കാൻ ശ്രമിക്കണം. അങ്ങനെയുള്ള ഭാഗ്യവാന്മാരിൽ ഇഹപര വിജയം നേടുന്ന അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സുഹൃത്തുക്കൾ, അള്ളാഹുവിന്റെ ചില നാമങ്ങളും വിശേഷണങ്ങളും ഒക്കെ നമുക്ക് വളരെ സമാധാനം പകരുന്ന ഒന്നാണ്. അള്ളാഹു കവിയാണ് എന്ന് പറയും. അള്ളാഹു ഏറ്റവും ശക്തിയുള്ളവനാണ്. അപ്പൊ അള്ളാഹുവിന്റെ ശക്തി നമുക്ക് അനുഭവപ്പെടുന്ന സന്ദർഭങ്ങൾ അള്ളാഹുവിന്റെ ഒരു സഹായം വേണ്ട സമയത്ത്, നമ്മുടെ ശത്രുക്കൾ ശക്തരാവുകയും അവർ നമ്മളെക്കാളും സ്വാധീനമുള്ളവരാവുകയും ചെയ്യുമ്പോൾ അവർക്കെതിരെ വിജയം വരിക്കണമെങ്കിൽ നമ്മുടെ ശക്തി കൊണ്ട് മാത്രം പറ്റൂല. അവിടെ വിജയം തരുന്നു എന്ന് പറയുമ്പോഴാണ് അള്ളാഹു കവിയാണെന്ന് അള്ളാഹു പറയുന്നത്. വല യൻസുർ അന്നല്ലാഹു മൻ യൻസുറു, അള്ളാഹനെ സഹായിക്കുന്നവരെ അള്ളാഹ് സഹായിക്കും. ഇന്നല്ലാഹ ലഖവിയ്യുൻ അസീസ്, അള്ളാഹു ഏറ്റവും ശക്തിയുള്ളവനും പ്രതാപശാലിയുമാകും. അള്ളാഹുവിനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലദീന ഇമ്മക്കന്നാഹും ഫിൽ അർദ്, ഭൂമിയിൽ അവർക്ക് ഒരു സൗകര്യം കിട്ടിയാൽ. ഇപ്പൊ നമുക്ക് സൗകര്യം ഉണ്ടല്ലോ സുഹൃത്തുക്കളെ, നമ്മൾ വിചാരിക്കുന്ന ആരാധനകൾ നടത്താനും നമ്മുടെ ദീന്റെ കാര്യങ്ങൾ പ്രബോധനം ചെയ്യാനൊക്കെ നമുക്ക് പറ്റും. അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുന്നറിയും? അവർക്കേ അള്ള സഹായം കൊടുക്കുള്ളൂ. അഖാമുസ്സലാ, നിസ്കരിക്കും, നിസ്കാരം പ്രധാനം. ഇതൊക്കെ ഇങ്ങനെ കേട്ട് പേടിച്ച് ഇതിന്റെ കാര്യം നമസ്കാരത്തിലൊരു കണിശത. നമ്മുടെ നാട്ടിലുള്ളവരൊക്കെ സുബൈക്ക് പള്ളിയിൽ എത്തുകയാണെങ്കിൽ പള്ളിന്റെ അവസ്ഥ ഇപ്പൊ ജുമായക്ക് ആൾക്കാർ വരുന്ന പോലെ ഓരോ നാട്ടിലും പള്ളി ഉണ്ടാക്കുമ്പോൾ എന്താ വെച്ചാൽ ജമാഅത്തിന് 3 ആൾ 4 ആളുണ്ടാവുക. ജുമായക്ക് അവിടെ ഫുള്ള് ആളല്ലേ, മുഴുവൻ ആളുകളും ആ പ്രദേശത്ത് ഉണ്ടാകേണ്ട സമയമല്ലേ സുബഹി സമയം എന്ന് പറഞ്ഞാൽ. നീച്ച് പള്ളിക്കൊക്കെ പോകണം എന്നുള്ളൊരു മനസ്സ് എത്രയോ കാലം ദീനിൽ ജീവിച്ചിട്ടും ആളുകൾക്ക് ഉണ്ടാവുന്നില്ല. നിസ്കാരം ശരിയായി നിലനിർത്തുക പറഞ്ഞാൽ അതാ നിസ്കരിക്കാൻ വരേണ്ടതുണ്ട്. സകാത്ത് കൊടുക്കുക വളരെ പ്രധാനം. നിസ്കാരത്തിന്റെ കൂടെ പറഞ്ഞൊരു കാര്യമാണ്. വഅമറൂ ബിൽ മഅറൂഫ് വനഹൗ അനിൽ മുൻകർ, അത് വേറെ ആൾക്കാർ ചെയ്തോട്ടെ. നിസ്കാരപ്പതിയിൽ ആർക്കെങ്കിലും ഒഴിവുണ്ടോ സുഹൃത്തുക്കളെ? ഒഴിവുള്ളത് ചെയ്താൽ മതി. സക്കാത്ത് എങ്ങനെ നമ്മൾ സൗകര്യം കൊടുത്താൽ മതി. നാട്ടിൽ ദാരിദ്ര്യമുള്ളവർ ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി.
എന്നാൽ അതിന്റെ കൂട്ടത്തിൽ അള്ളാഹ് പറയാണ് വഅമറൂ ബിൽ മഅറൂഫ് വനഹൂ അനിൽ മുൻകർ. നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. അള്ളാന്റെ സഹായം കിട്ടാൻ അപകടങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ വിളിച്ചു നിരോധിച്ചുകൊണ്ട് മാത്രം പറ്റൂല. അതെ, നമുക്ക് സൗകര്യമില്ല ജീവിതത്തിൽ സമാധാനമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ചില കാര്യങ്ങൾ ചെയ്തു വെക്കാൻ നമ്മൾ ചെയ്യാം. ഇന്നത്തെ കാലത്ത് നമുക്ക് ദീന്റെ കാര്യങ്ങൾ പ്രബോധനം ചെയ്യാൻ നമ്മൾ വലിയ ആലിമീങ്ങളാകേണ്ട കാര്യം, അറബി ഭാഷ നന്നായിട്ട് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല സുഹൃത്തുക്കൾ. നമ്മൾ വായിച്ച നല്ലൊരു ലഘുലേഖ, ഒരു നല്ലൊരു സാധനം അടുത്തൊരു സുഹൃത്തിന് കൊടുത്താൽ മതി. പോക്കറ്റിലിട്ടിട്ട് ദിന്നാക്ക് കൊടുക്കാൻ പറ്റും എന്ന് കൊടുത്താൽ മതിയാണ്. ഒരു നല്ല ദീനി ക്ലാസ് ഉണ്ടാകുമ്പോൾ ഒന്ന് വരണം സുഹൃത്ത് എന്ന് നമ്മളെ ഫോൺ എടുത്തൊന്ന് വിളിച്ചാൽ മതി. അയാളവിടെ വരും. നമ്മൾ ജുമാക്ക് പോരുമ്പോൾ നമ്മളെ വണ്ടിയിൽ ഒരാളോട് ഒഴിവുണ്ട് പള്ളിക്കൊക്കെ ഏതായാലും നിന്റെ കൂടെ പോരെ എന്ന് പറഞ്ഞാൽ അയാളുടെ ജീവിതം ഒരുപക്ഷെ മാറും. പക്ഷെ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? നമ്മളെ ദുനിയാവിന്റെ കാര്യങ്ങൾക്ക് രാവിലെ റേഷൻ കൂടി പോകുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളെ ജോലിക്ക് പോകുന്നു, അത് കഴിഞ്ഞ് അവിടെ വേറെ പണികൾ ചെയ്യുന്നു, അങ്ങോട്ട് വിളിക്കുന്നു ഇങ്ങോട്ട് വിളിക്കുന്നു, വൈകുന്നേരം വരെ നമ്മളൊരു പ്രവർത്തകനാണ്. എന്ത് പ്രവർത്തകൻ? ദുനിയാവിന് വേണ്ടി പ്രവർത്തകൻ. കൂട്ടത്തിൽ സുഹൃത്തുക്കൾ, ദീനിനെയും കൂടെ നമ്മൾ പരിഗണിക്കണം. നമ്മൾ ഓരോരുത്തരും നമുക്ക് കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അള്ളാഹുവിന്റെ സഹായം നമുക്ക് അള്ളാഹിനെ സഹായിക്കുന്നവരെ അള്ളാഹ് സഹായിക്കും. അള്ളാഹിനെ സഹായിക്കാൻ അള്ളാഹു ഖനിയാണ്, ഹമീദാണ്. അള്ളാഹുവിന്റെ ദീൻ ഇവിടെ പുലരാൻ ഉള്ള മനസ്സിന്റെ ആഗ്രഹവും നസീഹത്തും പ്രവർത്തനങ്ങളുമാണ്. ശരിയായ ദീന് പുലർത്തുവാനും അത് പ്രബോധനം ചെയ്യുവാനും അത് ശരിയായി നിർവഹിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു ഞങ്ങളിന്ന് വന്നുപോയ എല്ലാ തെറ്റുകളെയും എല്ലാ പാപങ്ങളെയും ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരുന്ന റഹ്മാൻ. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങളുടെ നാടിനെ നീ രക്ഷപ്പെടുത്തണമേ അള്ളാഹു. സമാധാനമുള്ളൊരു നാടായി ഞങ്ങളുടെ നാടിനെ നീ മാറ്റണമെന്നാണ്. ഞങ്ങളുടെ ഇണകളിൽ നിന്ന് സന്താനങ്ങളിൽ നിന്ന് റഹ്മാനെ ഞങ്ങൾക്ക് കൺകുളിർമയും സന്തോഷവും സമാധാനവും നീ പ്രദാനം ചെയ്യണമേ അള്ളാഹു. ധാരാളം രോഗികൾ ഞങ്ങളുടെ കൊടുത്ത് അവർക്ക് നീ രോഗശമനത്തെ പ്രദാനം ചെയ്യണമേ റഹ്മാൻ. രോഗങ്ങൾ അനുഭവിക്കുന്ന ബന്ധുക്കൾ അനുഭവിക്കുന്ന എല്ലാ മാനസിക പ്രയാസങ്ങളിൽ നിന്നും അവർക്ക് നീ മോചനം പ്രദാനം ചെയ്യണമേ അള്ളാഹു. ദീനിലും ദുനിയാവിലും പ്രയോജനപ്പെടുന്നവരായി ഞങ്ങളെ മക്കളെ വളർത്തുവാണ് തൗഫീഖ് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.